ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ടെക് ഡ്രൈവ്. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ഓട്ടോമൊബൈൽ ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് ആണ്. ഈ ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു 5 സ്പീഡ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് ആണ്. അതായത് 5 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറുമുള്ള സിങ്ക്രോമെഷ് ടൈപ്പ് ഗിയർ ബോക്സ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഗിയർ ബോക്സിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ ഒരു ചെറിയൊരു ഗിയർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ വലിയൊരു ഗിയറും കാണുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ഗിയർ വലിയ ഗിയറിനെ തിരിക്കുകയാണ്. തിരിക്കുന്ന ഗിയറിനെ ഡ്രൈവിംഗ് ഗിയർ എന്നും തിരിക്കപ്പെടുന്ന ഗിയറിനെ ഡ്രിവൺ ഗിയർ എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗിയറിൽ ഒരു 10 ടീത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ വലിയ ഗിയറിൽ നേരെ ഡബിൾ 20 ടീത്ത് ഉണ്ടെന്നും നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 10 ടീത്തുള്ള ഗിയർ 2 തവണ കറങ്ങുമ്പോഴേ 20 ടീത്തുള്ള ഈ ഗിയർ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സ്പീഡ് റെഡ്യൂസ് ചെയ്തു, അതിനനുസരിച്ചിട്ട് എന്തായി? ടോർക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇതാണ് ബേസിക് ഗിയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് ഡ്രൈവിംഗ് ഗിയറും ഇത് ഡ്രിവൺ ഗിയറും ആണെന്ന് വിചാരിച്ചോ. അതായത് ഈ ഗിയറിനെ തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ 20 ടീത്തുള്ള ഗിയർ ഒരു തവണ കറങ്ങിയപ്പോൾ ഇവിടെ 10 ടീത്തുള്ള ഗിയർ 2 തവണ കറങ്ങി. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്തു, ടോർക്ക് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ഗിയർ ബോക്സിൽ ടോർക്കും സ്പീഡും വേരിയേഷൻ വരുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം, ഓരോ പാർട്ടും പരിചയപ്പെടാം. ഇതിനാണ് ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് കിട്ടുന്നത് ക്ലച്ച് ഷാഫ്റ്റാണ്. അതായത് ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റാണ് എന്ത്? ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ താഴെ കാണുന്ന ഷാഫ്റ്റില്ലേ, ഈ ഷാഫ്റ്റിനെയാണ് കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറയുക. കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലേ ഷാഫ്റ്റ് എന്നാണ് പറയുക. കൗണ്ടർ ഷാഫ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൗണ്ടർ ഷാഫ്റ്റും കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയേഴ്സും എന്തായിരിക്കും? ഒരുമിച്ചായിരിക്കും. അതായത് ഒന്നെങ്കിൽ സിംഗിളായിട്ട് കാസ്റ്റ് ചെയ്ത് എടുത്തതായിരിക്കും, അല്ലെങ്കിൽ ബൈ ബോൾട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെക്കാനിസം വെച്ചിട്ട് ഈ ഷാഫ്റ്റും ഈ ഗിയേഴ്സും എന്തായിരിക്കും? എപ്പോഴും ലോക്കഡ് ആയിരിക്കും. ഇനി മുകളിലുള്ള ഷാഫ്റ്റ് നോക്കാം. ഇതാണ് മെയിൻ ഷാഫ്റ്റ്. ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഷാഫ്റ്റ് ഗിയേഴ്സും മെയിൻ ഷാഫ്റ്റും എപ്പോഴും ലോക്കഡ് ആയിരിക്കില്ല. അതായത് ഇവിടെ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഈ ലോക്കിംഗ് മെക്കാനിസമാണ് കാണുന്നത്. ഇതൊരു ലോക്കിംഗ് മെക്കാനിസമാണ്, ഇതൊരു ലോക്കിംഗ് മെക്കാനിസമാണ്, ഇതൊരു ലോക്കിംഗ് മെക്കാനിസമാണ്. 3 ലോക്കിംഗ് മെക്കാനിസമാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അപ്പോൾ ഈ ലോക്കിംഗ് മെക്കാനിസമാണ് ഈ ഗിയറിനെയും ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ ഷാഫ്റ്റിനെയും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഏത് ഗിയറാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ലോക്ക് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? ഈ ഗിയർ ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ വെറുതെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാന്നുള്ളൂ. അതായത് ഷാഫ്റ്റും ഗിയറും തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല. ഇനി ഇവിടേക്ക് നോക്കുക നിങ്ങൾ. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഗിയർ കണ്ടോ? ഈ ക്ലച്ച് ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും ഒരു സിംഗിൾ അസംബ്ലി അല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ മെയിൻ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ മെയിൻ ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ മെയിൻ ഷാഫ്റ്റ് ഏത് ഗിയർ റേഷ്യോ അനുസരിച്ചാണോ മെയിൻ ഷാഫ്റ്റിൽ ഡ്രൈവ് കിട്ടുന്നത്. ഇവിടെ ഒരു ഷാഫ്റ്റിൻ്റെ എൻഡ് കണ്ടോ? ഈ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു ഫ്ലാഞ്ച് ഉണ്ടായിരിക്കും. ഈ ഫ്ലാഞ്ചിൽ നിന്നാണ് പ്രൊപ്പല്ലർ ഡ്രൈവ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വഴി എന്നുള്ളത് നമുക്ക് നോക്കാം. എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് ക്ലച്ച് ഷാഫ്റ്റ് വഴി ഇത് ക്ലച്ച് ഗിയറാണ്. ഓക്കെ, ക്ലച്ച് ഗിയറിൽ വരും. ഈ ക്ലച്ച് ഗിയർ ഇവിടെ കൗണ്ടർ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഈ ഗിയർ ബോക്സ് ഉള്ളത്. അതായത് എഞ്ചിൻ തിരിയുന്ന സമയത്ത്, എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൗണ്ടർ ഷാഫ്റ്റിൽ ഡ്രൈവ് എത്തിക്കൊണ്ടേ ഇരിക്കും. ഇനി ഇവിടെ കൗണ്ടർ ഷാഫ്റ്റിലുള്ള ഗിയേഴ്സ് എല്ലാം തന്നെ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സുമായിട്ട് ഓൾവേസ് മെഷ്ഡാണ്. എല്ലാ സമയവും മെഷ് ചെയ്തിരിക്കും. പക്ഷേ എപ്പോഴാണോ ഈ മെയിൻ ഷാഫ്റ്റിലെ ഗിയറും മെയിൻ ഷാഫ്റ്റും തമ്മിൽ ലോക്കാവുന്നത് ആ സമയത്ത് ഏത് ഗിയറാണോ ലോക്കാവുന്നത് ആ ഗിയറിൻ്റെ റേഷ്യോ വെച്ചിട്ടുള്ള ഡ്രൈവ് എന്ത് ചെയ്യും? മെയിൻ ഷാഫ്റ്റിൽ കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയർ സെലക്ട് ചെയ്യണം. ഇതാണ് സെക്കൻഡ് ഗിയർ കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ഗിയറായി. സെക്കൻഡ് ഗിയർ സെലക്ട് ചെയ്തു. സെക്കൻഡ് ഗിയർ സെലക്ട് ചെയ്ത സമയത്ത് കണ്ടോ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ റേഷ്യോയിലാണ് വരുന്നത്. അതായത് ഇവിടെ ഞാൻ തിരിക്കുന്ന സമയത്ത് ഇവിടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് തിരിയുന്നുണ്ടോ? ഔട്ട്പുട്ട് ഷാഫ്റ്റ് സെക്കൻഡ് ഗിയറിൻ്റെ റേഷ്യോയിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇനി തിരിച്ച് ന്യൂട്രലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് സെൻറ്ററിലേക്ക് മൂവ് ചെയ്താൽ ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനായി. ന്യൂട്രൽ പൊസിഷൻ മീൻസ് ഇവിടെ കണ്ടോ
ഞാനിവിടെ തിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നില്ല, ഡ്രൈവ് കിട്ടുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് 5 ഫോർവേഡ് ഗിയറുകളും ഒരു റിവേഴ്സ് ഗിയറുള്ള ഗിയർ ബോക്സ് ആണെന്നുള്ളത് അല്ലേ. ഇനി ഏതൊക്കെയാണ് ആ ഗിയറുകൾ നോക്കാം. ഇതാണ് ഫസ്റ്റ് ഗിയർ. ഓക്കെ, ഫസ്റ്റ് ഗിയർ ആണോ നമുക്ക് ടോർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ശ്രദ്ധിച്ചറിയാം, കൗണ്ടർ ഷാഫ്റ്റിലുള്ള ചെറിയ ഗിയർ മെയിൻ ഷാഫ്റ്റിലെ ഏറ്റവും വലിയ ഗിയറിനെ തിരിക്കുന്ന സമയത്താണ് ടോർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ. സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയർ കുറച്ചും കൂടി വലുതായിരിക്കും. മെയിൻ ഷാഫ്റ്റിൽ ഫസ്റ്റ് ഗിയറിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും. അതായത് ഇവിടെ കുറച്ചും കൂടി ടോർക്ക് കുറഞ്ഞ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഇനി അടുത്ത തേർഡ് ഗിയർ, ഇതാണ് തേർഡ് ഗിയർ വരുന്നത്. അടുത്ത് ഫോർത്ത് ഗിയറാണ് വരുന്നത്. ഫിഫ്ത്ത് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡ്രൈവാണ്. അതായത് ഇവിടെ മെയിൻ ഷാഫ്റ്റില്ലേ, ക്ലച്ച് ഷാഫ്റ്റിൽ നിന്ന് മെയിൻ ഷാഫ്റ്റിലേക്ക് ഡയറക്റ്റ്. ഇപ്പോൾ ഇവ തമ്മിൽ ബന്ധമൊന്നുമില്ല. അതായത് ഞാനിവിടെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് തമ്മിൽ ബന്ധമൊന്നും വരുന്നില്ല. പക്ഷേ ഇതിങ്ങോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റും തമ്മിൽ എന്തായി, ലോക്കായി. അപ്പോൾ ഡയറക്റ്റ് ഡ്രൈവാണ് ഫിഫ്ത്ത് ഗിയർ വരുന്നത്. നെക്സ്റ്റ് ഉള്ള റിവേഴ്സ് ഗിയറാണ്. ഇതാണ് റിവേഴ്സ് ഗിയർ. ഇവിടെ താഴെയുള്ള ഈ കൗണ്ടർ ഷാഫ്റ്റ് ഗിയറാണ് ഈ റിവേഴ്സ് ഗിയറിനെ തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഗിയറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഈ ഗിയർ ഡയറക്റ്റായിട്ട് ഇതുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. പകരം ഈ ഗിയറിൻ്റെയും ഇടയിലായിട്ട് ചെറിയൊരു ഐഡിൽ ഗിയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയിൻ ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് കൗണ്ടർ ഷാഫ്റ്റ് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ മെയിൻ ഷാഫ്റ്റ് താഴേക്ക് കറങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോഴാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വാഹനം പിന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇങ്ങോട്ട് കറങ്ങുന്ന മെയിൻ ഷാഫ്റ്റ് നേരെ തിരിച്ച് കറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഗിയറിൻ്റെയും ഇടയിൽ ഒരു ഐഡിൽ ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡ്രൈവ് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഐഡിൽ ഗിയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഐഡിൽ ഗിയറില്ലേ, ആ ഐഡിൽ ഗിയറാണ് ഈ കാണുന്നത്. നമ്മൾ റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ സെലക്ടർ ഉണ്ടല്ലോ, ഈ സെലക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് ഈ ഗിയറിനെ ഞാൻ നേരത്തെ പറഞ്ഞ കൗണ്ടർ ഷാഫ്റ്റ് ഗിയറിൻ്റെയും മെയിൻ ഷാഫ്റ്റ് ഗിയറിൻ്റെയും ഇടയിലേക്കായിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യും. ആ സമയത്താണ് റിവേഴ്സ് മോഷൻ പോസിബിൾ ആവുന്നത്. നമ്മൾ ഗിയർ ബോക്സ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്, നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ ഷാഫ്റ്റ് ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. മെയിൻ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് നേരത്തെ ക്ലച്ച് ഷാഫ്റ്റ് കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ ക്ലച്ച് ഷാഫ്റ്റ് ഒരു സിംഗിൾ അസംബ്ലി അല്ല ശരിക്കും വരുന്നത്, കണ്ടോ. ഇത് ഇവിടെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഗിയർ എന്ത് ചെയ്യും, കൗണ്ടർ ഷാഫ്റ്റിൻ്റെ താഴെയുള്ള ഗിയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് സിംഗിളായിട്ട് അസംബ്ലി ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു സിംഗിൾ ഷാഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആക്ച്വലി ഇത് 2 ഷാഫ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കൗണ്ടർ ഷാഫ്റ്റ് ഇവിടെ ഉണ്ട്. കൗണ്ടർ ഷാഫ്റ്റ് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉഷാറായിട്ട് കാണാൻ പറ്റും. കണ്ടോ, കൗണ്ടർ ഷാഫ്റ്റ് ഗിയറും സിംഗിൾ കാസ്റ്റിംഗ് ആണ് വരുന്നത്. അല്ലെങ്കിൽ സിംഗിളായിട്ട് ഫോർജ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്, അതിനുശേഷം മെഷീൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇതാണ് റിവേഴ്സിൻ്റെ ഐഡിൽ ഗിയർ. ഓക്കെ, അതായത് ഇത് കൗണ്ടർ ഷാഫ്റ്റ്, ഇതിൻ്റെ മുകളിൽ മെയിൻ ഷാഫ്റ്റ് വരും. ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും ഇടയിലായിട്ടാണ് ഐഡിൽ ഗിയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സെലക്ടർ മെക്കാനിസം കണ്ടോ, നമുക്ക് റിവേഴ്സ് ഗിയർ ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഈ ഐഡിൽ ഗിയർ ഇങ്ങോട്ട് നീക്കും. അപ്പോൾ കൗണ്ടർ ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും തമ്മിൽ എന്താവില്ല, ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല റിവേഴ്സിൽ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞത് മെയിൻ ഷാഫ്റ്റ് ഗിയറുകളും മെയിൻ ഷാഫ്റ്റും എപ്പോഴും എന്തായിരിക്കില്ല, എൻഗേജ്ഡ് ആയിരിക്കില്ല എന്നുള്ളത്. ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറിൻ്റെ അസംബ്ലി ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വ്യൂ ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, ഓരോ പാർട്ടായിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഫസ്റ്റ് ഗിയർ അല്ലേ. ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇതിവിടെ ബുഷ് അടിച്ചേക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബിയറിംഗ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഗിയർ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. മുമ്പായിട്ട് ഈ ബിയറിംഗ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഗിയർ വെക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഉണ്ടോ, അതിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ മുകളിൽ കണ്ടോ സ്പ്ലൈൻസ് കണ്ടോ, ഇത് സ്പ്ലൈൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഗിയറിൻ്റെ മുകളിൽ ഡോഗ് ടീത്തുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പ്ലൈൻസും ഈ ഡോഗ് ടീത്തും തമ്മിൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും, ഈ മെയിൻ ഷാഫ്റ്റും ഈ ഗിയറും സിംഗിൾ യൂണിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഹബ്ബും സ്ലീവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഗിയർ ബോക്സിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ ഹബ്ബ്, ഫസ്റ്റ് ഗിയറിൻ്റെ ഹബ്ബാണിത്. ഓക്കെ,
ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ വരും. ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഹബ്ബും ഈ മെയിൻ ഷാഫ്റ്റും തമ്മിൽ ബന്ധമുണ്ട് കണ്ടോ. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് മൊത്തം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ടീത്തുകളും ഈ ഡോഗ് ടീത്തും തമ്മിൽ കണക്ഷൻ വരും. അതിനുള്ളൊരു ആളാണെന്ത്, ഇവിടെ ഒരു സ്ലീവ് ഉണ്ട് കണ്ടോ. ഈ സ്ലീവ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കും. സ്ലീവ് ഇതിലേക്ക് വെച്ച് കൊടുക്കും. നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് പോകുക, ഈ സ്ലീവ് ഇങ്ങോട്ട് നീങ്ങുക ചെയ്യുക. ഈ സ്ലീവ് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഈ ഡോഗ് ടീത്തുകളുമായിട്ട് കോണ്ടാക്റ്റ് വരും. അത് നമുക്ക് കാണാം. ഇതിൽ കണ്ടോ. ഇപ്പോൾ ഈ സ്ലീവും ഡോഗ് ടീത്തും തമ്മിൽ കണക്ഷൻ ഇല്ല. നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, ഇത് താഴേക്ക് വന്നിട്ട് രണ്ടും കൂടെ കണക്റ്റഡായി. ഇപ്പോൾ ഗിയറും ഈ ഹബ്ബും ഗിയറും തമ്മിൽ എന്തായി, ലോക്കഡായി. ഇത് തിരിക്കുമ്പോൾ തിരിയും. ഇനി ഇത് തിരിക്കുന്ന സമയത്ത്, ഇത് മുകളിലേക്ക് വരുന്ന സമയത്ത് എന്താവും, ഈ ഗിയർ ഇതിൻ്റെ മുകളിൽ ഫ്രീ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ പിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂണിറ്റുകൾ നമുക്ക് ഫ്രീ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരാളും കൂടി ഉണ്ട്, അതായത് ഈ ഗിയർ സെറ്റിൻ്റെയും ഈ ഡോഗ് ടീത്തിൻ്റെ ഇടയിൽ. ഇതാണ് സിങ്ക്രോണൈസർ വീൽ എന്ന് പറയും. ഓക്കെ, ഈ സിങ്ക്രോണൈസറിൻ്റെ വീലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ചെന്നിട്ട് ഈ ഡോഗ് ടീത്തിലേക്ക് എൻഗേജ് ചെയ്യുന്ന സമയത്താണ് മെയിൻ ഷാഫ്റ്റും ഫസ്റ്റ് ഗിയറും തമ്മിൽ എൻഗേജ്. ആ സമയത്ത് ഈ സ്ലീവിൻ്റെ സ്പീഡും ഈ ഡോഗ് ടീത്തിൻ്റെ സ്പീഡും ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ കറക്റ്റായിട്ട് എൻഗേജ് ആവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടീത്തിനൊക്കെ തേയ്മാനം കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സിങ്ക്രോണൈസർ വീൽ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്ലീവ് താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഈ സിങ്ക്രോണൈസർ പോയിട്ട് എന്ത് ചെയ്യും, ഈ ഗിയറിൽ പോയിട്ട് എന്ത് ചെയ്യും, ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ യൂണിറ്റിലുള്ള ഒരു പാർട്ട് ഇവിടെ പോയിട്ട് ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഈ യൂണിറ്റും ഈ ഗിയറും സെയിം സ്പീഡായിട്ട് മാറും. അതിനുശേഷം സ്ലീവ് പോയിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഗിയറിൻ്റെ എൻഗേജ്മെൻറ്റ് പോസിബിളായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഗിയറിൻ്റെ ഹബ്ബ്, ഇത് ഗിയറിൻ്റെ സ്ലീവ്, ഇതിലാണ് സെലക്ടർ ഫോർക്ക് വരിക, ഇത് സിങ്ക്രോണൈസർ വീല്, ഇത് പിന്നെ നമ്മുടെ ഗിയറാണ്. ഗിയറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് എന്ത്, ഡോഗ് ടീത്ത് വരുന്നത്. ഇവിടെ ഗിയറിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും ഇടയിലായിട്ട് ഒരു നീഡിൽ ബിയറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഹോളൊക്കെ ഉണ്ടോ, ഇതൊക്കെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഹോൾസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിയറാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ മെക്കാനിസം ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്താവും, ഫസ്റ്റ് ഗിയർ സെലക്ട് ആവും. അപ്പോൾ ഫസ്റ്റ് ഗിയറായി. ഓക്കെ, ഇനി സെക്കൻഡ് ഗിയർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ന്യൂട്രൽ ചെയ്യണം. ഇത് ന്യൂട്രലായി. ഇനി സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മെക്കാനിസം ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെക്കൻഡ് ഗിയർ. ഇപ്പോൾ സെക്കൻഡ് ഗിയർ ലോക്ക് ആയിട്ടുണ്ട്. അതായത് ഈ മെക്കാനിസം എന്ത് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്ത് സെക്കൻഡ് ഗിയറിനെ ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ന്യൂട്രാക്കാം. ഇനി തേർഡ് ഗിയർ പറഞ്ഞാൽ ഇതല്ല തേർഡ് ഗിയർ. അപ്പോൾ ഈ മെക്കാനിസം എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഗിയർ സെലക്റ്റഡ് ആവും. ഇപ്പോൾ തേർഡ് ഗിയർ സെലക്റ്റഡായി. ഇനി ഫോർത്ത് ഗിയർ എന്താണ്, ഈ ഹബ്ബ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോർത്ത് ഗിയർ സെലക്റ്റായി. ഇപ്പോൾ ഫോർത്ത് ഗിയറാണ് സെലക്ട് ആയത്. ഇനി ഫിഫ്ത്ത് ഗിയർ എന്താണ്, ഈ മെക്കാനിസം ന്യൂട്രലായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിനെയും മെയിൻ ഷാഫ്റ്റിനെയും തമ്മിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ സെലക്റ്റഡായി. ഓക്കെ, ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.